Hello, welcome to Sensor School of Life Sciences. Today we shall discuss about Phycology Part 1. See, the study of algae is known as phycology. See, algae are the most important plants on this planet. We can say our life depends on algae. Nearly 50 to 60% of oxygen is produced by the algae. The microscopic diatoms contribute more than the tropical forest. Details of economic importance of algae we shall discuss in the upcoming session. See, we can start. Algae are chlorophyll containing non-vascular plants whose body is a simple thallus. Thallus means the body is not differentiated into roots, stems, and leaves. നമുക്കറിയാം ആൽഗെ പഞ്ചൈ ഇതെല്ലാം താലോഫൈറ്റുകളാണ് വരുന്നത്. Algal cells exhibit three levels of organizations, namely prokaryotic, synophasial, mesokaryotic, dinoflagellates, eukaryotic, മറ്റെല്ലാ ആൽഗെ. ഇത് വളരെ ശ്രദ്ധിക്കണം. അതായത് മീസോകാരിയോട്ടിക് അത് വളരെ പ്രത്യേകത ഉള്ളതാണ്. നമുക്കറിയാം പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ് ആണല്ലോ പൊതുവെ നമ്മൾ ലൈഫിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പ്രോകാരിയോട്ടിക് സെൽസിൽ എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ് ഇല്ല. യൂകാരിയോട്ടിക് ഓർഗാനിസത്തിൽ ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ് ഉണ്ട് വിത്ത് ഹിസ്റ്റോൺ, അല്ലെ? അപ്പൊ മീസോകാരിയോട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻ ബിറ്റ്വീൻ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് രണ്ടിനിടയ്ക്ക്, അതായത് ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ് ഉണ്ട് എന്നാൽ ഹിസ്റ്റോൺ ഇല്ല. ഇപ്പൊ പ്രോകാരിയോട്സിനും യൂകാരിയോട്സിനും ഇടയ്ക്കുള്ളൊരു ഇതാണ്, അത് ഓർത്തിരിക്കുക. അത് ഏതിനാണുള്ളത്? ഡൈനോഫേസിയ ഗ്രൂപ്പിൽ വരുന്ന നോക്ടിലൂക്ക പോലെ അതിലൊക്കെ വരുന്നത്. നമുക്കിനി ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ സിലബസിന് ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണല്ലോ തന്നിരിക്കുന്നത്, സ്മിത്തും ഫിച്ചും. The primary classification of algae is based on the following 5 criteria. എന്തെല്ലാം? photosynthetic apparatus and pigments, nature of reserve food, nature of cell wall components, type, number and attachment of flagella and cell structure. ഇത് പൊതുവായിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ. എന്നാൽ സ്മിത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ പ്രത്യേകിച്ച് ചില കാര്യങ്ങളുണ്ട്, ഫ്രിക്ഷന്റെ പ്രത്യേക ചില കാര്യങ്ങളുണ്ട്. So there are mainly two schools of thought regarding the algal classification. One that of Smith and the other that of Fritsch. നമുക്ക് അദ്ദേഹം സ്മിത്തിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണെന്ന് നോക്കുക. G.M. Smith, 1955, he modified the classification of algae proposed by Pasteur. അത് വാസ്റ്ററുടെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ശരിക്കും സ്മിത്ത് പ്രപ്പോസ് ചെയ്തത്. അതായത് ഹി ഡിവൈഡഡ് ആൽഗെ ഇൻടു 7 ഡിവിഷൻസ്. ഓർത്തിരിക്കുക, 7 ഡിവിഷൻസ് ആയിട്ടാണ് കൊടുത്തത്. ആ ഡിവിഷൻസിന് പിന്നെ ക്ലാസിഫൈ ചെയ്തു, ക്ലാസസ് ആയിട്ട് കൊടുത്തു. ഓർക്കുക, Smith classification of algae is based on physiological characteristics of vegetative cell and morphology of motile reproductive cell. അപ്പൊ സ്മിത്തിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ച പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹി ഡിവൈഡഡ് ആൽഗെ ഇൻടു ഡിവിഷൻസ്, 7 ഡിവിഷൻസ്. അതിനെ പിന്നെ ക്ലാസസ് ആയിട്ട് കൊടുത്തു. പിന്നെ മറ്റൊരു കാര്യം, വാട്ട് ഈസ് ദ മെയിൻ ക്രൈറ്റീരിയ ഓഫ് സ്മിത്ത് ക്ലാസിഫിക്കേഷൻ? ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് വെജിറ്റേറ്റീവ് സെൽ ആൻഡ് മോർഫോളജി മൊട്ടൈൽ reproductive cell. 7 divisions ഓർത്തിരിക്കുക. Chlorophyta, division 1 Chlorophyta, 2 Euglenophyta, then Pyrophyta, Chrysophyta, Phaeophyta, brown alga, Cyanophyta, blue green alga, Rhodophyta, red alga. ഓക്കെ, ഇനി ഫ്രിക്ഷന്റെ ക്ലാസിഫിക്കേഷൻ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. The most authentic account of the classification of algae was proposed by renowned phycologist F.E. Fritsch, 1935. He published his work in his book Structure and Reproduction of Algae. ഇത് തന്നെ ഒരു തവണ ഇപ്പം ചോദിച്ചു MCQ-ൽ. അപ്പോൾ പബ്ലിഷ് ചെയ്ത് ഇതിലാണ് Structure and Reproduction of Algae. The criteria selected for the classification of algae by Fritsch were pigments in the plastids, chemical nature of reserve food material, kind, number and point of insertion of flagella of motile cells, and the presence or absence of organized nucleus in the cell. He classified algae into 11 classes of follows. 11 classes നമുക്ക് നോക്കാം. അതിനു മുമ്പ് അപ്പൊ ഇവിടെ
പെറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക എന്തെല്ലാം പിഗ്മെന്റ്സ്, ശരിയും പറഞ്ഞ ഇത് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പിഗ്മെന്റ്സ്, ദെൻ കെമിക്കൽ റിസർവ് ഫുഡ്, അതുപോലെ ഇമ്പോർട്ടന്റ് തന്നെയാണ് ഫ്ലജല്ലയുടെ എക്സർഷൻ. ഇത് മൂന്നും കൂടെ ചേർത്തെല്ലാം ചോദിക്കും ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഫ്ലജല്ലെ ബേസ് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഫ്ലജൽ ക്ലോറോഫിസി ഗ്രീൻ ആൽഗെ ഐസോകോണ്ടെ, അതായത് 2 or 4 ഈക്വൽ ആന്റീരിയർ ഫ്ലജല്ല. ഐസോകോണ്ടെ, ഐസോ എന്താ ഈക്വൽ. അപ്പൊ ഇവിടെ ചിലപ്പോ ക്ലോറോഫേസ് അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ മെമ്പേഴ്സ് തന്നിട്ടായിരിക്കും ഇതില് ഇത് ഫ്ലജല്ലേറ്റ് ആണ് അല്ലെങ്കിൽ നോ ഫ്ലജല്ല ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഐസോകോണ്ടേറ്റ് ഇങ്ങനെ എല്ലാം ചോദിക്കാം. അപ്പൊ അതിന്റെ ഉദാഹരണം, ക്ലോറോഫേസിൽ വരുന്ന ഉദാഹരണം എക്സാമ്പിൾസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ക്ലാസ്സസ് വെച്ചായിരിക്കും ചോദിക്കുന്നത്, എക്സാമ്പിൾ ആയിരിക്കും. അപ്പൊ അത് വരും നമ്മുടെ ക്ലാസ്സുകളിൽ. സൈക്കോളജി ഇത് പാർട്ട് 1 ആണല്ലോ, അതിനുശേഷം അങ്ങോട്ട് വരുമ്പോൾ ഇതൊന്ന് പറയും. സാന്തോഫിസി യെല്ലോ ഗ്രീൻ ആൽഗെ, ദെൻ ഹെറ്ററോകോണ്ടെ, അതായത് ശരിക്കും ഹെറ്ററോ ടു അൺഈക്വൽ ആന്റീരിയർ ഫ്ലജല്ല. ക്രൈസോഫിസിയ ഗോൾഡൻ ബ്രൗൺ ആൽഗ, 1 or 2 അൺഈക്വൽ ഫ്ലജല്ല. ബേസിലേരിയോഫേസി യെല്ലോ ഓർ ഗോൾഡൻ ബ്രൗൺ ആൽഗ, ഡയറ്റംസ് ഒക്കെ വരുന്നതാണ്. They are non-flagellate. Male gamete has 1 anterior flagellum. ഇത് ഓർത്തിരിക്കണം. അപ്പോൾ ജനറലായിട്ട് അതിനെ നോൺ ഫ്ലജല്ലേറ്റ് എന്ന് പറയുകയാണെങ്കിലും അതിന്റെ ഗാമേറ്റ്സിൽ എന്താ, മെയിൽ ഗാമേറ്റ് ഹാസ് 1 ആന്റീരിയർ ഫ്ലജല്ലം. ഓർത്തിരിക്കണം. അതുപോലെ ക്രിപ്റ്റോഫേസി, ഡൈനോഫിസി, പെരിഡിനി, ദെൻ ക്ലോറോമോണോഡിനി, ദെൻ യൂഗ്ലിനോഫിസി. അതിൽ 1 ആണ് സാധാരണ, റെയർലി 2 or 3 ആന്റീരിയർ ഫ്ലജല്ല കാണാം. Piofacia brown alga, 2 unequal flagella present only in reproductive cell. അപ്പോൾ ടോട്ടൽ ആബ്സെൻസ് ചിലപ്പോൾ ചോദിക്കും. ചിലപ്പോൾ ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഗമേറ്റ്സിലാണോ ഇതെല്ലാം ചോദിക്കാം. 2 unequal flagella present only in ഏതിലാ, റീപ്രൊഡക്റ്റീവ് സെൽസ്. ദെൻ റൊഡോഫേസിയും സൈനോഫേസിയിൽ പൊതുവെ ആബ്സെൻസ് ഓഫ് ഫ്ലജല്ല. അത് ലോങ് ടേം മെമ്മറിയിലാക്കി വെക്കുക. ദെൻ ഓക്കെ, നോക്കിനെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഈ ടേബിൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചിരിക്കുക. വരുന്നൊരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ആയി ചോദിക്കും. അല്ലേ, ഇമ്പോർട്ടൻറ്റ് പിഗ്മെന്റ്സ് റിസർവ് ഫുഡ് ഇൻ ആൽഗെ. അപ്പൊ ഞാൻ ഇവിടെ ഇത് 3 കാര്യങ്ങളും ഫ്ലജല്ലയും അതുപോലെ ഇവിടെ റിസർവ് ഫുഡും പിഗ്മെന്റ്സും ഫ്രിക്ഷന്റെ ക്ലാസിഫിക്കേഷൻ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അത് തന്നെയാണ് ആവർത്തിച്ച് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഫ്ലജല്ലയുടെ കാര്യവും ഇവിടെ റിസർവ് ഫുഡും അതുപോലെ പിഗ്മെന്റ്സും എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ ക്ലാസസ്, പിഗ്മെന്റ്സ്, ഫുഡ് റിസർവ്, എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എക്സാമ്പിൾസ് വെച്ചായിരിക്കും ചിലപ്പോൾ ചോദിക്കും. ചിലപ്പോൾ ക്ലാസ് തന്നെ തരണമെന്നില്ല, അങ്ങനെ ചോദിക്കാം, അല്ലാതെ ചോദിക്കാം. ഇതില് എല്ലാ എക്സാമ്പിളും തന്നിട്ടില്ല. എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ബാക്കിയുള്ളതും കൂടെ പറയാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സൈനോഫേസി നോക്കാം, എന്റെ പിഗ്മെന്റ്സ് ഏതൊക്കെയാ. അപ്പൊ സൈനോഫേസി എന്താണ്, മിക്സോഫേസി പറയാം അല്ലെ, ബ്ലൂ ഗ്രീൻ ആൽഗ. അപ്പൊ ക്ലോറോഫിൽ ഇതെല്ലാത്തിലും നോക്കി, പൊതുവായിട്ട് നോക്കി പഠിക്കാനുള്ള എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. എല്ലാത്തിലും ക്ലോറോഫിൽ എ ഉണ്ട് കേട്ടോ, അതങ്ങ് ഓർത്തിരിക്കുക. ക്ലോറോഫിൽ എ ഉണ്ട്. ദെൻ അതർ പിഗ്മെന്റ്സ് ഉണ്ട്, പൈക്കോസൈനിൻ, പൈക്കോഇരിത്രിൻ, ബീറ്റ കരോട്ടിൻ, സൈനോഫേസി. ഇവിടെ സൈനോഫേസിയൻ സ്റ്റാർച്ച്, നമ്മളിപ്പം ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് അതിൽ റൊഡോഫേസിൽ കാണുന്ന പോലെ ഇവിടെ സൈനോഫേസിയൻ സ്റ്റാർച്ച്, സൈനോഫേസിയൻ. പിന്നെ എക്സാമ്പിൾ അറിയാമല്ലോ, സൈനോഫേസിൽ കാണുന്നത് നോസ്റ്റോകോസിലിറ്റേറിയ, സ്പൈറുലിന, അനാബീന. ക്ലോറോഫേസിയയിൽ എയും ബിയും ഉണ്ട്, ക്ലോറോഫിൽ. അപ്പൊ ബി ഉണ്ട്. ദെൻ അതർ പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ സാന്തോഫിൽസ്, ബീറ്റ കരോട്ടിൻ. ദെൻ ഫുഡ് റിസർവ് സ്റ്റാർച്ച്, അതിൽ പൈറിനോട് ഓർത്തിരിക്കുക. പൈറിനോട് പ്രോട്ടീൻ സറൗണ്ടഡ് ബൈ സ്റ്റാർച്ച് അല്ലേ. പിന്നെ ലൈക്കോപ്പിൻ. എക്സാമ്പിൾ ക്ലോറല്ല, ക്ലാമഡോമോണാസ്, വോൾവാക്സിസ്, വൈറോഗ്ര, വോൾവ. സാന്തോഫിസിയ ക്ലോറോഫിൽ എ ആൻഡ് ഇ മറ്റൊന്നിലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ സാന്തോഫിസിയ യെല്ലോ ഗ്രീൻ ആൽഗെ, ഇതില് സാന്തോഫിൽസ്, ബീറ്റ കരോട്ടിൻ, ദെൻ ഓയില്, അത് ഇതിന് യൂണീക്ക് ആണ്, ഓർത്തിരിക്കുക. എല്ലാം ക്വസ്റ്റ്യനിൽ പ്രത്യേകം എടുത്തു. ഓയിൽ കണ്ടെയ്നിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽഗെ ഹാവ് ഓയിൽ കണ്ടെയ്നിങ്.
as the reserve food. Then leucosin. Leucosin, അതായത് പിന്നെ ക്രൈസോലാമിനാർ എന്ന് പറയും. അതായത് ഇതൊരു കൈൻഡ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്, സ്റ്റാർച്ച് ലൈക്ക് കാർബോഹൈഡ്രേറ്റ് ആണ്. സ്റ്റാർച്ച് ലൈക്ക് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് അവിടെ ലിങ്കേജ് തന്നെ സാധാരണ നമ്മുടെ സ്റ്റാർച്ച് ഉള്ളതല്ല. അതിന്റെ ആൽഫ ലിങ്കേജ് നമുക്ക് സാധാരണ ഉള്ള ഒരു ബീറ്റ ലിങ്കേജ് ഉണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. എ കൈൻഡ് ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് മനസ്സിലാക്കുക ല്യൂക്കോസിൻ, ക്രൈസോലാമിന, ഇവിടെ ചെറിയ ബ്യൂട്രിഡിയം എക്സെട്ര, യെല്ലോ ഗ്രീൻ ആൽഗെ. ദെൻ ഫിയോഫേസി, ഇവിടെ ക്ലോറോഫിൽ, ഫിയോഫേസി ബ്രൗൺ ആൽഗ, എയും സിയും. അപ്പൊ എയും സിയും കാണുന്നത് ബേസിലറി ഫേസിലും ഉണ്ട്, ഫിയോഫേസിലും ഉണ്ട്. അപ്പൊ ഈ ഉള്ളത് ഏതിലാണ്? ഏതാ? സാന്തോഫേസി. ഒരിക്കൽ നമ്മൾ പഠിച്ചൊന്ന് ലോങ് ടേം മെമ്മറിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫിയോഫേസിയുടെ സാന്തോഫില് ബീറ്റ കരോട്ടിൻ, ഗ്ലൂക്കോസാന്റിൻ ഇതെല്ലാം സാധാരണ മറ്റു പിഗ്മെന്റ്സ് ആണ്. ഇവിടെ റിസർവ് ഫുഡ് ലാമിനാര്, മാനിറ്റോൾ, മാനിറ്റോൾ കൊടുത്തിരിക്കുക. ദെൻ എക്സാമ്പിൾ സർഗാസം, ലാമിനേറിയ, മാക്രോസിസ്റ്റിസ്, എക്ടോകാർപ്പസ്, ഫീക്കസ്, എക്സെട്ര. റൊഡോഫേസി, അതായത് റെഡ് ആൽഗെ, ക്ലോറോഫിൽ ഡി, റൊഡോ തെറ്റിപ്പോരുത്. അപ്പോൾ ഡി അവിടെ നമുക്ക് ചിരിക്കാൻ സാധിക്കും. റൊഡോഫേസി ഡി. അപ്പൊ ഒരിക്കൽ ലോങ് ടേം മെമ്മറിൽ ആക്കി വെക്കാം. ദെൻ പൈക്കോസയാനിൻ, പൈക്കോ എരിത്രി, റൊഡോഫേസി റെഡ് ആൽഗെ. ദെൻ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്, ബെട്രാക്കോസ്പെർമം, പോളിസൈക്ലോണിയ, ഗ്രാസിലേറിയ തുടങ്ങിയതെല്ലാം ഇതിന്റെ എക്സാമ്പിൾ. ബേസിലറി ഫേസ്, യെല്ലോ ബ്രൗൺ ആൽഗെ, ബേസിലറി ഫേസ്. നമ്മുടെ ലേറ്റസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ ബേസിലറി ഫേസ് എല്ലാം ഏതിൽ വരുന്നു എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. പലതും ഇവിടെ ആൽഗയിലുള്ളതും അതുപോലെ ഈവൻ പഞ്ചയിലുള്ളതും പ്രോട്ടിസ്റ്റയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. അത് ഞാൻ മറ്റു വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, പ്രോട്ടിസ്റ്റ് പറയും, അത് ഞാൻ ആവർത്തിക്കുന്നില്ല. ബേസിലറി ഫേസ്, ക്ലോറോഫിൽ എയും സിയും. അപ്പൊ ക്ലോറോഫിൽ എയും സിയും ഏതിലാണ് കാണുന്നത്? ഏതിലാ? ഫിയോഫേസിയിലും ബേസിലറിയിലും. ക്ലോറോഫിൽ ഇ ഏതിനാണ് കാണുന്നത്? ഓർത്തിരിക്കുക. ഡി ഏതിനാണ് കാണുന്നത്? നോക്കുക. ദെൻ അതുപോലെ സാന്തോഫിൽ ആണ് മറ്റു പിഗ്മെന്റ്സ്. ഇവിടെ ല്യൂക്കോസിൻ ഇവിടെയും ഉണ്ട്. പിന്നെ ഗ്ലൂറ്റിൻ, എക്സാമ്പിൾ പിന്നലേറിയ, സിംബലിൻ തുടങ്ങിയ യെല്ലോ ബ്രൗൺ ആൽഗെ. ഇത് നമുക്ക് കുറച്ച് ചില ക്വസ്റ്റ്യൻസ് നോക്കാം. See, who is called father of modern algology in India? R.N. Singh, Y. Parkbar, A.P. Fritz, M.O.P. Iyengar. ആരാണ്? M.O.P. Iyengar അല്ലേ? ഇതിൽ ഞാനൊരു ഫുട്നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ? ഫ്രിഷ് is also known as father of psychology. ഓർത്തിരിക്കുക, അങ്ങോട്ട് കൊണ്ട് തെറ്റിപ്പോയത്. അതുപോലെ ഈ ഫ്രിഷ്യല്ല എന്ന് പറയുന്ന ഒരു ടെറസ്ട്രിയൽ ആൽഗയുണ്ട്, അത് ഡിസ്കവർ ചെയ്തത് M.O.P. അയ്യങ്കാർ ആണ്. തെറ്റിപ്പോരുത്. ഫ്രിഷ്യല്ല എന്ന് കേട്ടിട്ട് ഫ്രിഷ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ. which one has oil and occasionally carbohydrate as reserve food? ഏതിനാണ്? നമ്മൾ ഇപ്പോഴും പഠിച്ചതല്ലേ ഉള്ളൂ. ഏതാണ്? സാന്തോഫേസി അല്ലേ. അതില് ഓയിൽ യൂണിക് ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്താണ്? ല്യൂക്കോസിൻ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് കാർബോഹൈഡ്രേറ്റ് അല്ലേ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാസ് ഓയിൽ ആൻഡ് ഒക്കേഷണലി കാർബോഹൈഡ്രേറ്റ് ആസ് റിസർവ്. അപ്പോൾ ആൻസർ ഏതാണ്? സാന്തോഫേസി. പൈറനോയിഡ് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടീൻ സറൗണ്ടഡ് ബൈ സ്റ്റാർച്ച്, ഓൺലി പ്രോട്ടീൻ, സ്റ്റാർച്ച് സറൗണ്ടഡ് ബൈ പ്രോട്ടീൻ, ഓൺലി സ്റ്റാർച്ച്. ഏതാണ്? പ്രോട്ടീൻ സറൗണ്ടഡ് ബൈ സ്റ്റാർച്ച്. തെറ്റിപ്പോകരുത്. Then find the incorrect statement. Agar agar is produced from Gracilaria. Chlorella is used in space food. Mannitol is the reserve food in Rhodophyceae. Mannitol ആണല്ലോ നമ്മളിപ്പോ കണ്ടല്ലോ. അപ്പൊ ഇവിടെ അഗാർ അഗാറിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സൈക്കോളജിയിൽ പറയും. എന്നാലും ഇവിടെ നമുക്ക് ആൻസർ മാനിറ്റോൾ ആണ്. Then വീണ്ടും മാനിറ്റോൾ ഇസ് ദ റിസർവ് ഫുഡ് ഫൗണ്ട് ഇൻ ഏതില? ഞാൻ പറഞ്ഞില്ല, എക്സാമ്പിൾ വെച്ച് ചോദിച്ചു. അത് ശരിക്കും മാനിറ്റോൾ ഏതിലാണ് കാണുന്നത് നമുക്കറിയാം. അപ്പൊ അതിന്റെ എക്സാമ്പിൾ പിന്നെ ഏതാണ്? അത് ഫിയോഫേസിലാണല്ലോ കാണുന്നത്, ഫീക്കസ് ആണ്. ഓക്കെ. ഇത് നെറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് മാച്ച് ഓഫ് ദ ആൽഗൽ ഗ്രൂപ്പ് വിത്ത് റിസർവ് ഫുഡ്? ഒന്ന് ആലോചിച്ച് നോക്കി. ബേസിലറി ഫേസ് ഏതിൽ വരും?
ക്രൈസോലാമിനാർ വരും. ദെൻ സാന്തോഫിസി യുണീക്ക് ആയിട്ട് പറഞ്ഞു ഓയില് അല്ലേ. അപ്പൊ അത് തന്നെ പറയുമ്പോൾ നമുക്ക് രണ്ടെണ്ണം ആയി. ഇതാ എ അല്ലേ, 4 ബി 1 സി എന്താ ഫിയോഫിസി എന്ന് പറയുമ്പോ എന്താ ലാമിനാർ അല്ലേ. പിന്നെ റോഡോഫിസി ടോർഡിൻസ്റ്റാസ്. അപ്പൊ ആൻസർ എന്താ എ. ഓക്കെ, ഇതും എനിക്ക് തോന്നുന്നത് നെറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിലുള്ളതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. Chlorophyll pigment composition and the food reserves of some algal groups are given below. അതായത് പിഗ്മെന്റ്സ് ആകുമ്പോൾ ഫുഡ് റിസർവ്സ് തന്നു. പിഗ്മെന്റ്സ് 1 എ ആൻഡ് ബി ക്ലോറോഫിൽ, ക്ലോറോഫിൽ എ ആൻഡ് സി. ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ, അതിലെല്ലാം വരുന്നുണ്ട്. ഫുഡ് റിസർവ് പാരാമൈലോൺ, സ്റ്റാർച്ച്, ലാമിനാരിൻ, ഗ്ലൂക്കോസ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഐഡന്റിഫൈ ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ്. ഓരോന്നായിട്ട് നോക്കിയേ. യൂഗ്ലിനോഫൈറ്റ 1 and A ആ കൊടുത്തിരിക്കുന്നത്, ശരിയാണോ നോക്കിയേ. 1 എന്ന് പറയുമ്പോൾ ക്ലോറോഫിൽ എ ആൻഡ് ബി, കറക്റ്റ് അല്ലേ. യൂഗ്ലിനോഫൈറ്റ അല്ല, ക്ലോറോഫിൽ എയും ബി അല്ലേ വരുന്നത്. ബേസിലൊരു ഫൈറ്റ എന്താ 2 and D. 2 എന്താ ക്ലോറോഫിൽ എ ആൻഡ് സി, കറക്റ്റ് ആണ്. എ ആൻഡ് സി അല്ലേ. ദെൻ ഫിയോഫൈറ്റ്, ദെൻ ഫിയോഫൈറ്റ 2 and C. ഫിയോഫൈറ്റ എന്ന് പറയുമ്പോൾ എന്താ 2 ഫിയോഫൈറ്റ എ ആൻഡ് സി. ദെൻ എ 2, അതായത് 2 എ ആൻഡ് സി. ദെൻ സി എന്ന് പറയുമ്പോൾ ഏതാണ് ലാമിനാർ, കറക്റ്റ് ആണ് ആൻസർ. പിന്നെ ഇത് തന്നെയാണ് എ അല്ലേ, ഇതും കറക്റ്റ് ആണ്. അപ്പോ ഇതുകൊണ്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. Name the algal group that contain predominating pigments, picoxanthin, laminarin as reserve food. Is a straight question. The Pheophase അല്ലേ. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് പ്രത്യേകിച്ച് ഇതിപ്പോ ക്ലാസിഫിക്കേഷൻ, പിഗ്മെന്റ്, റിസർവ് ഫുഡ്, പിന്നെ താലസ് ഓർഗനൈസേഷൻ, പിന്നെ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ്, സെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിൽ പ്രത്യേകിച്ച് സ്പോർട്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാമല്ലോ. അത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ദെൻ ലൈഫ് സൈക്കിൾ, ഹാപ്ലോണ്ടിക്, ലെപ്ലോണ്ടിക് ഒക്കെ അറിയാമല്ലോ, അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ദെൻ സാലൻ ഫീച്ചേഴ്സ് ഓഫ് സെർട്ടൺ ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൈനോഫൈറ്റ, ക്ലോറോഫൈറ്റ, സാന്തോഫൈറ്റ, ബാസിലറി ഫൈറ്റ, ഫിയോഫൈറ്റ, റോഡോഫൈറ്റ. പിന്നെ എക്കണോമിക് കോർണേഴ്സ്. ഇത്രയും ആകുമ്പം അതിന്റെ MCQ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ടെസ്റ്റും എല്ലാം ആകുമ്പം ആൽഗയിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. If you like this video, please subscribe, like and share. Thank you.